ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ഉരുളക്കിഴങ്ങാണ്. ഇത് വേവിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഇതും പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണ്. പിന്നീട് 3 പച്ചമുളക് നൈസായി കട്ട് ചെയ്തത്, ഒരു 1/2 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗാർലിക് പൗഡറും 1/2 സ്പൂണ് ജിഞ്ചർ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 1/2 സ്പൂണ് കുമിൻ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും മുട്ടയും കട്ടകളില്ലാതെ തന്നെ നന്നായി കുഴച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഓയിലിൽ ഇടുമ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നന്നായി തന്നെ കുഴച്ചെടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇതാ ഇതുപോലുള്ളൊരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. പൊട്ടാത്ത വിധത്തിൽ തന്നെ ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കാം. ഞാനിതാ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. അത് നന്നായി അടിച്ചെടുക്കാം. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഇനി നമ്മൾ ആക്കി വെച്ച പൊട്ടാറ്റോ റോള് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊട്ടാറ്റോ റോൾസ് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഓരോന്നായി മെല്ലെ ഇട്ട് കൊടുക്കാം.
ഇനി ഇത് മെല്ലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ കോരി മാറ്റാം. അപ്പോഴത്തെ ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഉള്ളി വഴറ്റിയിട്ടും മസാല ആക്കിയിട്ടും സമയം കളയേണ്ടതില്ല കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ പറയുകയും വേണ്ട, അടിപൊളി ടേസ്റ്റ് ആണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതുകൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്